നേരിമംഗലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങൾ വലിയ അക്രമങ്ങളിലേക്കാണ് ഇന്നലെ കോതമംഗലത്തെ എത്തിച്ചത്. അതിന് തുടർച്ചയായി മാത്യു കുഴൽനാടൻ MLA-യും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. മോർച്ചറിയിൽ നിന്ന് മൃതദേഹമടക്കം തട്ടിക്കൊണ്ടുപോയി സമരപ്പന്തലിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്നലെ അവിടെ നടന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെ തുടർ നിയമ നടപടികളിലേക്ക് പോലീസ് പോകുന്നു. ഇന്ന് 11 മണിക്ക് ഇരുവരോടും കോടതിയിൽ ഹാജരാകാനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്, ഇടക്കാല ജാമ്യം നൽകിക്കൊണ്ട്. ഷമി പ്രഭാകർ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ഷമി, ഇതാദ്യമായിട്ടല്ല ഇടുക്കിയിൽ കാട്ടാന ഇറങ്ങുകയോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 5 വർഷവും ഇല്ലാത്ത വലിയ ആവേശമാണ് ഇപ്പോൾ കോൺഗ്രസിന് കാണാൻ കഴിയുന്നത്. ആ ആവേശം യഥാർത്ഥത്തിൽ ആ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് വേണ്ടിയിട്ടാണോ, പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇടപെടൽ മാത്രമാണോ? കാരണം അതിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ ആദ്യം അവർ സമരം ചെയ്യേണ്ടത് ഈ കേന്ദ്ര നിയമങ്ങൾ മാറ്റാനായിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ ആയിരുന്നില്ലേ? മനു, തീർച്ചയായിട്ടും ഈ ഒരു സമരം എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് കോൺഗ്രസ് നേതാക്കൾ ഇതുവരെയും വിശദീകരിച്ച് കണ്ടില്ല. ഒരു സമരത്തിന് തീർച്ചയായിട്ടും ഒരു കാരണമുണ്ടാകണം. അത് ജനങ്ങളോട് വിശദീകരിക്കാൻ അവർ തയ്യാറാകണം. പക്ഷേ ഇവിടെ എപ്പോഴെങ്കിലും കോൺഗ്രസ് തങ്ങൾ ഇത്രയും വലിയ ഒരു സമരം 4 മണിക്കൂറോളം കോതമംഗലം നഗരം സ്തംഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് കോൺഗ്രസ് ഈ സമരത്തിലേക്ക് വന്നത്? രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാവും. കാരണം 2 MLA-മാരും അതുപോലെ തന്നെ DCC പ്രസിഡന്റ് അടക്കമുള്ളവരും പെട്ടെന്ന് കോതമംഗലത്തേക്ക് എത്തുകയാണ്. വളരെ പ്ലാൻഡ് ആയിട്ടുള്ള, അവരാലോചിച്ചുറപ്പിച്ച് തന്നെയാണ് ഈ സമരത്തിലേക്ക് വന്നത് എന്നുള്ളത് വ്യക്തമാണ്. അതുമാത്രവുമല്ല, ഇവർ ഈ ഇന്ദിര എന്ന് പറയുന്ന 70 വയസ്സുള്ള ഒരു സ്ത്രീ ആനയുടെ ആക്രമണത്തിൽ അവർക്ക് ഗുരുതരമായി പരിക്ക് പറ്റുന്നു. അവരെ നേരിമംഗലത്ത് നിന്ന് കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ എത്തി കുറച്ച് കഴിയുമ്പോൾ അവർ മരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോഴേക്കും കോൺഗ്രസിൻ്റെ ഒരുപറ്റം നേതാക്കൾ, DCC പ്രസിഡന്റ് അടക്കമുള്ളവർ അവിടേക്ക് എത്തുകയാണ്. എന്നിട്ട് ഇൻക്വസ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആശുപത്രിക്കുള്ളിൽ നിന്ന് ഈ ബോഡി ബലം പ്രയോഗിച്ച് തട്ടിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് പ്രകടനമായിട്ട് കൊണ്ടുപോകുന്നത്. എന്തൊരു നീതിയാണ്! എവിടെയാണ് ഇത് നടക്കുന്നത്? എവിടെയാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം നടക്കുന്നത്? എന്ത് മര്യാദയാണ് ഈ കാര്യത്തിൽ കോൺഗ്രസ് കാണിച്ചിട്ടുള്ളത്? ഒരു ഡെഡ് ബോഡി അതിൻ്റെ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ആ ബോഡി തട്ടിപ്പറിച്ച് DCC പ്രസിഡന്റും ഒരു MLA-യും അടക്കമുള്ളവർ ഈ ബോഡി ബലം പ്രയോഗിച്ച് തട്ടിയെടുത്ത് തെരുവിലേക്ക് കൊണ്ടുപോവുകയാണ്. എവിടെയെങ്കിലും അനുവദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? എവിടെയെങ്കിലും നടക്കുന്ന ഒരു കാര്യമാണോ? എന്നിട്ടാണ് ഇവർ നിരന്ന് നിന്ന് ഈ ന്യായം പറയുന്നത്. എന്ത് ന്യായമാണ് പറയുന്നത്? എന്ത് ആവശ്യമാണ് അവർക്കുള്ളത്? ഒരാവശ്യവുമില്ല. രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക, അതിന് കുറച്ച് കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ഷോയുടെ അടിസ്ഥാനം. അതുമാത്രവുമല്ല, DCC പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് ഷിയാസ് പോലീസിനോട്, അതായത് തങ്ങളുടെ കർത്തവ്യം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ബോഡി തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും പോലീസിൻ്റെ ജോലിയാണ് ആ ബോഡി കണ്ടെത്തി തിരിച്ച് അവിടെ പോസ്റ്റ്മോർട്ടത്തിനായി എത്തിക്കുക എന്നുള്ളത്. ആ ജോലി ചെയ്യാനെത്തുന്ന പോലീസുകാരോട് അവരോട് അസഭ്യം പറയുകയും അവരെ ബലം പ്രയോഗിച്ച് അവരെ നീക്കം ചെയ്യുകയും അവരെ തള്ളി വീഴ്ത്താനും ശ്രമിക്കുകയാണ് ഈ DCC-യുടെ പ്രസിഡന്റ്. എന്നിട്ടാണ് വലിയ വായിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ന്യായം പറയുന്നത്. ഈ ആനയുമായി ബന്ധപ്പെട്ട് വന്യമൃഗശല്യം എന്നുള്ളത് രാഷ്ട്രീയം നോക്കിയല്ലല്ലോ ആന ആക്രമണം നടത്തുന്നത്. ഈ കോൺഗ്രസ്സുകാരോ CPM-കാരോ എന്ന് നോക്കിയിട്ടല്ലല്ലോ ആന ആക്രമിക്കുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതിന് പൊതുവായ ഒരു പരിഹാരം കണ്ടെത്താനല്ലേ കോൺഗ്രസ് ശ്രമിക്കേണ്ടത്? ആ ഒരു പ്രശ്നം ഇപ്പോൾ ഷമി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൽ രാഷ്ട്രീയം കാണുന്നതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു അത് കൃത്യമായി ആ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായി എനിക്ക് തോന്നുന്നത്. അല്പസമയം മുമ്പ് ജോസിൽ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ മാധ്യമങ്ങൾക്കെതിരെയും, അതായത് മാധ്യമങ്ങളിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ ശൈലി ഷമിക്കറിയാമല്ലോ, മാധ്യമങ്ങൾക്കെതിരെയും കോൺഗ്രസിനെതിരെയും വലിയ തോതിൽ പ്രതിഷേധമുണ്ടാകുന്നു. ഞങ്ങൾ ഈ സമരത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി വിനിയോഗിക്കാനല്ല ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം എന്നത് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം. അതല്ലാതെ രാഷ്ട്രീയ പ്രശ്നമായി വളർത്താൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അതിന് മാധ്യമങ്ങളും കോൺഗ്രസും അതിന് ശ്രമിക്കരുത് എന്ന നിലയിലേക്ക് മരണപ്പെട്ട ഇന്ദിരയുടെ കുടുംബാംഗങ്ങളടക്കം പറയുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നാട്ടിലെ ജനങ്ങൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ വന്യമൃഗ ഭീഷണി നേരിടുന്ന ജനങ്ങൾ, അവിടെ ഇപ്പോൾ കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും അവർക്കെല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അല്ലാതെ ഷിയാസോ കുഴൽനാടനോ പറയുന്ന പോലെ കോൺഗ്രസ്സുകാരെ നോക്കി ആന ആക്രമിക്കുകയോ CPM-കാർ പറഞ്ഞു വിടുന്ന ആനയോ അല്ലല്ലോ അത്. അപ്പോൾ ഈ വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കോൺഗ്രസ് എടുക്കുന്ന ഒരു സമീപനം, 4 വോട്ടിന് വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കുക. ഈ ഒരമ്മയെ, ഈ ഇന്ദിര എന്ന് പറയുന്ന അമ്മയെ അറിയാവുന്ന ആരെങ്കിലും ഒരാൾ ആ കൂട്ടത്തിലുണ്ടോ? അവരുടെ ബന്ധുക്കളായിട്ടുള്ള ഒരാളുണ്ടോ?
ഒന്നുമില്ല. അവിടെ ഒരു സഹോദരനാണ് ഉണ്ടായിരുന്നത്. ആ സഹോദരനെ ഏതാണ്ട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ അവർ ഈ മൃതദേഹവുമായി തെരുവിലേക്ക് വരികയാണ്.